മലപ്പുറം ചങ്ങരംകുളം ചിറവല്ലൂർ നേർച്ചക്കിടെ ആന ഇടഞ്ഞു. പുള്ളൂട്ട് കണ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനപ്പുറത്തുനിന്ന് വീണ് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1 മണിക്കൂറിന് ശേഷമാണ് ഈ പാപ്പാന്മാർ ആനയെ തളച്ചത്. ആന ഓടിക്കോടെ നമ്മൾ സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. സമീർ ബിൻ കരീം, എന്തൊക്കെയാണ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ? ഈ ആന എഴുന്നള്ളിക്കുന്നത് പലപ്പോഴും ഇത്തരം റിസ്ക് ഉണ്ടാകുന്നത് പുതിയ വാർത്തയല്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ചങ്ങരംകുളം ചിറവല്ലൂരിൽ ഈ ചന്ദനക്കുളം നേർച്ചയുടെ ഭാഗമായി എത്തിച്ച ആന ഇടഞ്ഞിരിക്കുന്നത്. ഈ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് ആനയെ തളക്കാനായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പുള്ളൂട്ട് കണ്ണൻ എന്ന് പറയുന്ന ആനയാണ് ഈ കാഴ്ചക്കായി എത്തിച്ചതായിരുന്നു ഈ ആനയെ. അതിനിടയിലാണ് ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആനയുടെ പുറത്തുണ്ടായിരുന്ന 3 പേരെ ആന കുടഞ്ഞ് താഴെ ഇട്ടു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ ആനയുടെ പാപ്പാന്മാർ ആനയെ നിയന്ത്രിച്ചെങ്കിലും പക്ഷേ ആന റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ദൃക്സാക്ഷികളൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. നേർച്ചയുടെ ഭാഗമായി ധാരാളം ആളുകൾ കാഴ്ചക്കാരായും എത്തിയിരുന്നു. എന്നാൽ ഒരാൾക്ക് മാത്രമാണ് നിസ്സാര പരിക്കേറ്റത് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. പിന്നീട് 1 മണിക്ക് ഈ ഇടഞ്ഞ ആനയെ ഏതാണ്ട് 2 മണിക്ക് ശേഷം മാത്രമാണ് തളക്കാനായത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം തന്നെയാണ്. പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ തടിച്ചുകൂടിയിരുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഈ അപകടത്തിന് അല്ലെങ്കിൽ ഇത്തരം വലിയൊരു അപകടത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് പുലർച്ചെ 4 മണിയോട് കൂടെയാണ് ആനയെ തളച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ പ്രദേശത്ത് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു നേർച്ചയാണ് ഈ ചന്ദനക്കുളം നേർച്ച എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാത്രി ഏറെ വൈകിയതിനാൽ ധാരാളം ആളുകൾ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്ന്.